ഒരു രാജ്യത്തിന്റെ ജനാധിപത്യം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ നമ്മൾ ആ വലിയ ക്യാൻവാസിൽ നിന്നൊന്ന് മാറി ഒരൊറ്റ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കേണ്ടി വരും, ഒരു നിയമസഭാ മണ്ഡലത്തിലേക്ക്. ശരി, നമുക്ക് അതിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു ചെല്ലാം. നമ്മുടെ ഈ വിശകലനത്തിനായി നമ്മളിന്ന് പോകുന്നത് കേരളത്തിലേക്കാണ്, വയനാടിന്റെ ഹൃദയഭൂമിയായ മാനന്തവാടിയിലേക്ക്. ഇവിടത്തെ രാഷ്ട്രീയത്തിന്റെയും അതിലുപരി ഇവിടത്തെ ജനങ്ങളുടെ ജീവിതത്തിന്റെയും ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഇതാണ് നമ്മൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ചോദ്യം. പലപ്പോഴും നമ്മൾ കാണുന്ന വലിയ റാലികളോ ദേശീയ തലക്കെട്ടുകളോ ഒന്നുമല്ല, മറിച്ച് സാധാരണക്കാരായ വോട്ടർമാരുടെ ദൈനംദിന ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളാണ് പലപ്പോഴും ഒരു തെരഞ്ഞെടുപ്പിന്റെ വിധി നിർണ്ണയിക്കുന്നത്. അതെ, ഉത്തരം അവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോ ആദ്യം തന്നെ നമുക്ക് മാനന്തവാടിയെ ഒന്ന് അടുത്തറിയാം. എന്തൊക്കെയാണ് ഈ നാടിന്റെ ഭൂമിശാസ്ത്രപരവും സാമൂഹികവുമായ പ്രത്യേകതകൾ? മാനന്തവാടി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മലനിരകളും വനങ്ങളുമൊക്കെയാണ്. പക്ഷേ അതിനപ്പുറം ഇവിടുത്തെ ജനസംഖ്യയുടെ ഘടന വളരെ പ്രധാനപ്പെട്ടതാണ്. ഏകദേശം 21%, അതായത് 5-1 ആദിവാസി സമൂഹത്തിൽപ്പെട്ടവരാണ്. ഈയൊരു കണക്ക് അത് വെറുമൊരു സംഖ്യയല്ല, ഇവിടത്തെ സാമൂഹിക ജീവിതത്തെയും രാഷ്ട്രീയത്തെയും ഒരുപോലെ ആഴത്തിൽ സ്വാധീനിക്കുന്നൊരു ഘടകമാണത്. ഇനി നമുക്ക് ഈ മണ്ഡലത്തിലെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന, അവരുടെ ജീവിതത്തെ നിർണയിക്കുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിലേക്ക് കടക്കാം. ഇവിടെയാണ്, ഈ വിഷയങ്ങളിലാണ് യഥാർത്ഥ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്നത്. ഇതൊരു ഞെട്ടലുളവാക്കുന്ന കണക്കാണ്. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 90% കടുത്ത വരൾച്ചയുടെ പിടിയിലാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു കാലത്ത് മഴയുടെ നാടായിരുന്ന ഒരിടത്ത് ഇന്ന് കുടിവെള്ളമാണ് ജനങ്ങളുടെ ഏറ്റവും വലിയ ആശങ്കയും പരാതിയും. മറ്റൊരു ഗുരുതരമായ പ്രശ്നമാണ് തൊഴിലില്ലായ്മ. പ്രത്യേകിച്ചും ഗൾഫിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷകളോടെ മടങ്ങിയെത്തിയ പ്രവാസികൾ. അവരിൽ 70%-നും ഇന്ന് ജോലിയില്ല. ഇത് ഓരോ കുടുംബത്തിന്റെയും സാമ്പത്തിക ഭദ്രതയെ പിടിച്ചുലയ്ക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്. റോഡുകളുടെ കാര്യത്തിലും വലിയൊരു വിടവ് നമുക്ക് കാണാൻ സാധിക്കും. മോശം ഗ്രാമീണ റോഡുകൾ കാരണം പല ഗ്രാമങ്ങളും ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഇത് ആശുപത്രിയിലേക്കോ സ്കൂളിലേക്കോ ഉള്ള യാത്രയെ മാത്രമല്ല, കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നതിനെയും വളരെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇതിനെല്ലാം പുറമെയാണ് വിലക്കയറ്റം. ഗ്രാമീണ മേഖലയിലെ പണപ്പെരുപ്പം ഏകദേശം 8%. ഇത് രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണ്. സാധാരണക്കാരായ കർഷകരുടെയും തൊഴിലാളികളുടെയും കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റിക്കാൻ ഈ ഒരൊറ്റ കണക്ക് മാത്രം മതി. കുടിവെള്ളം, തൊഴിൽ, റോഡ്, വിലക്കയറ്റം, ഈ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാതെ വരുമ്പോൾ അത് ജനങ്ങളുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കും. ഓരോ പൗരന്റെയും അന്തസ്സ്, അത് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു അടിസ്ഥാന മൂല്യമാണ്. അപ്പോ ഈ വികസന പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന മാനന്തവാടിയിലെ രാഷ്ട്രീയ ചിത്രമെന്താണ്? നമുക്ക് പ്രധാന രാഷ്ട്രീയ ശക്തികളെയും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ അവരുടെ പ്രകടനവുമൊന്ന് പരിശോധിക്കാം. 2021 തിരഞ്ഞെടുപ്പ് ഫലം നോക്കിയാൽ LDFന് ഏകദേശം 47.5% വോട്ടോടെ ഒരു വ്യക്തമായ മുൻതൂക്കം കാണാം. എന്നാൽ തൊട്ടു പിന്നിൽ തന്നെ ഏകദേശം 41.5% വോട്ടുകളുമായി UDF ഒരു ശക്തനായ എതിരാളിയായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സിറ്റിംഗ് MLAയും ഇപ്പോൾ സംസ്ഥാന മന്ത്രിയുമായ ശ്രീ OR കേളുവിന്റെ സ്ഥാനത്തെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കാം. അദ്ദേഹത്തിന്റെ ശക്തിയും ദൗർബല്യങ്ങളും എന്തൊക്കെയാണ്? അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി വയനാട്ടിൽ നിന്നുള്ള ആദ്യത്തെ ആദിവാസി മന്ത്രി എന്നുള്ള ആ പദവി തന്നെയാണ്. അത് ആദിവാസി സമൂഹത്തിനിടയിൽ വലിയ സ്വീകാര്യത നൽകുന്നുണ്ട്. ശക്തമായ പാർട്ടി പിന്തുണയും മണ്ഡലത്തിലെ അദ്ദേഹത്തിന്റെ വേരുകളും ഒരു മുതൽക്കൂട്ട് തന്നെ. എന്നാൽ മറുവശത്ത് താരതമ്യേന കുറഞ്ഞ ഭരണപരിചയവും, നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത റോഡ്, കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളിലെ വിടവുകളും വലിയ വെല്ലുവിളികളാണ്. ഇതിനോടൊപ്പം കർഷകരുടെ രോഷവും സംസ്ഥാനതലത്തിലെ ഭരണവിരുദ്ധ വികാരവും അദ്ദേഹത്തിന് ഭീഷണിയായേക്കാം. അപ്പോൾ ഈയൊരു സാഹചര്യത്തെ ഒരു എതിരാളി എങ്ങനെയാവും മുതലെടുക്കുക? ഒരു സിറ്റിംഗ് MLAയുടെ ശക്തിയും ദൗർബല്യവും നമ്മൾ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ ഒരു എതിരാളിക്ക് എന്ത് തന്ത്രം മെനയാൻ കഴിയും? അതിനൊരു തന്ത്രപരമായ രൂപരേഖയുണ്ട്. നമ്മുടെ ഈ വിശകലനത്തിൽ ഈ തന്ത്രപരമായ സമീപനത്തെ നമുക്ക് ചതുർമുഖ സിദ്ധാന്തം എന്ന് വിളിക്കാം. ഇത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമല്ല, മറിച്ച് മണ്ഡലത്തിലെ ജനങ്ങളുടെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളെയും വികാരങ്ങളെയും അഭിസംബോധന ചെയ്യാനുള്ള ഒരു സമഗ്രമായ പദ്ധതിയാണ്. ഇതിന് 4 മുഖങ്ങളുണ്ടെന്ന് പറയാം. ഒന്നാമത്തത് ആക്രമണം, അതായത് വികസന രംഗത്തെ സർക്കാരിന്റെ പരാജയങ്ങളെ, കുടിവെള്ളക്ഷാമം, റോഡുകളുടെ ശോചനീയാവസ്ഥ എന്നിവയൊക്കെ ശക്തമായി ഉയർത്തിക്കാട്ടി ജനങ്ങളുടെ രോഷത്തെ പ്രതിനിധീകരിക്കുക. രണ്ടാമത്തത് സ്ഥിരത,
തങ്ങൾ വികസനവും മതേതരത്വവും ഉറപ്പു നൽകുന്ന ഒരു സുസ്ഥിരമായ ബദലാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. മൂന്നാമത്തത് നൂതനാശയം, അതായത് വരൾച്ച, തൊഴിലില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുതിയ പരിഹാരങ്ങൾ മുന്നോട്ട് വയ്ക്കുക. നാലാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ മുഖം സംരക്ഷണമാണ്, അതായത് വന്യമൃഗശല്യം പോലുള്ള പ്രശ്നങ്ങളിൽ നിന്നും ദുർബലരായ സമൂഹങ്ങൾക്ക് സുരക്ഷയും നീതിയും ഉറപ്പാക്കുമെന്ന് വാഗ്ദാനം ചെയ്യുക. പക്ഷേ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ കടലാസിൽ മാത്രം ഒതുങ്ങിയാൽ പോരല്ലോ. അവ എങ്ങനെയാണ് ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന യഥാർത്ഥ ഭരണമായി മാറുന്നത്? ഉദാഹരണത്തിന്, വരൾച്ച ബാധിച്ച ഓരോ വാർഡിലും അടിയന്തര കുടിവെള്ള പദ്ധതി നടപ്പിലാക്കും, ജില്ലാ ആശുപത്രിയിൽ ആധുനിക സൗകര്യങ്ങൾ കൊണ്ടുവരും, ഗ്രാമീണ റോഡുകളുടെ അടിയന്തര നവീകരണം ഉറപ്പാക്കും എന്നിങ്ങനെയുള്ള വ്യക്തവും നടപ്പിലാക്കാൻ കഴിയുന്നതുമായി വാഗ്ദാനങ്ങൾ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ അത്യാവശ്യമാണ്. ഈ വാഗ്ദാനങ്ങൾ വെറും വാക്കുകളല്ല, അതൊരു കരാറാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ജനങ്ങളുടെ വിവരങ്ങൾ സംരക്ഷിക്കേണ്ടതും ഈ കരാറിന്റെ ഭാഗമാണ്. ഇന്ത്യയുടെ പുതിയ ഡേറ്റാ സ്വകാര്യതാ ചട്ടക്കൂട് ഊന്നൽ നൽകുന്നതും വ്യക്തികളുടെ അനുമതിയോടെയും ഉത്തരവാദിത്തത്തോടെയുമുള്ള വിവര കൈകാര്യത്തിനാണ്. ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഈ ചോദ്യം നമുക്ക് സ്വയം ചോദിക്കാം: തെരഞ്ഞെടുപ്പ് കാലത്തെ വാഗ്ദാനങ്ങളും തന്ത്രങ്ങളും അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള ഭരണവും തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ട്? ഒരുപക്ഷേ ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിലായിരിക്കും ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വിജയം കുടികൊള്ളുന്നത്. ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിലെത്തിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai-യുമായി ബന്ധപ്പെടുക. mgr@blueprintstrategies.ai എന്ന വിലാസത്തിലോ 080420416002 എന്ന നമ്പറിലോ വിളിക്കാം. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ലക്ഷ്യം.